ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു വഴിയിലൂടെ അവിടെ നിന്ന് ചർച്ചിലേക്ക് എൻട്രി ചെയ്തു. സേ കാത്തഡ്രലാണത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇവിടെ വീഡിയോഗ്രാഫി അലൗഡ് ആണ്, അതുകൊണ്ടിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ പോയിന്റിലേക്ക് പോയിട്ട് നമുക്ക് എടുക്കാം. ഫുൾ ടൈം എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, വളരെ ഭംഗിയായിട്ട് സ്വർണത്തിൻ്റെ ആ ഒരു കളറിലാണ് ഇതിൻ്റെ ആ ഒരു ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. കണ്ടോ, വളരെ ഭംഗിയുള്ളൊരു ചേർച്ചാണത്. നിങ്ങൾ വരികയാണെങ്കിൽ ഈ ചേർച്ച് മിസ് ചെയ്യാതെ കണ്ടിട്ട് പോവുക. ഓക്കെ, ഇതെൻ്റെ സൈഡാണ്, ആ കാണുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്. നമുക്കിത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ അടുത്തതിലേക്ക് പോയിട്ട് ഇത് കണ്ടോ, അവിടേക്ക് നമുക്ക് കയറാം. അവിടേക്ക് എല്ലാവരും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഓക്കെ, കുമ്പസാരക്കൂടാണ് നമ്മളീ കാണുന്നത്. കണ്ടോ, ഇവിടെ പ്രീസ്റ്റ് ഇരിക്കും, സൈഡിൽ വന്നിട്ട് നമുക്ക് കുമ്പസരിക്കാം. ഓക്കെ, രണ്ട് സൈഡിലുണ്ടത്, ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ കുമ്പസാരക്കൂടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് ഈ ഒരു ഇത് കാണാം. പിന്നെ മേൽഭാഗം നോക്കിയേ, ഇതേപോലെ തന്നെയാണ് അപ്പുറത്തും ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗം. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അതുമല്ല, എൻ്റെ ഡ്രസ് കോഡ്, ഞാൻ ട്രൗസേഴ്സ് ഇട്ടുകൊണ്ടാണ് വന്നത് കൊണ്ടിട്ട് ഞാൻ കയറിയില്ല. ഇപ്പോൾ ആളുകൾ അവിടെ കയറുന്നുണ്ട്, ഇവരങ്ങനെ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൗഡ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടിട്ട് അവർ പിന്നെ ഇപ്പോൾ അങ്ങനെ അധികം സ്ട്രിക്റ്റായിട്ട് പറയാറില്ല എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഈ സൈഡ് നോക്കി നമ്മൾ ഇവിടെ നിന്നേ പൊക്കി കാണിക്കണം. അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. ഓക്കെ, രൂപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആളുണ്ട് കേട്ടോ. കേട്ടോ, ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ തുറയും. അതേപോലെ തുറക്കുന്നുണ്ട്. ഇത് അതിലേക്ക് ആളുകൾ എല്ലാവരും ഇല്ല, അതോ നമ്മളവിടേക്ക് കയറുന്നില്ല. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് വന്നേക്കണാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എല്ലായിടത്തും അതേപോലെയുള്ള രൂപങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് കർദിനൽ ഓഫ് ഗോവ ഇൻ 465 years. ഇതൊക്കെ ഈ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം നോക്കാം. ഓക്കെ, ഈ ഒരു ചേർച്ചിൻ്റെ അൾത്താരയാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത്. ഇത് കണ്ടോ, അതിൻ്റെ മേളിലൊരു ചെറിയൊരു ബാൽക്കണി പോലത്തെ സ്പേസ് ഒക്കെ ഉണ്ട്. അതവരെന്തിനോ വേണ്ടി ഉപയോഗിച്ചിരുന്നു വെച്ചാൽ അത് ഞാൻ മറന്നുപോയി. ഞാനൊരിക്കൽ വായിച്ചായിരുന്നു, അവർ സ്പേസ് അവരെന്തോ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു വെച്ചായിരുന്നു. ഈ ചർച്ചിൻ്റെ അല്ല, അപ്പുറത്ത് നമ്മളുടെ ചർച്ച് ഓഫ് ബോം ജീസസ്, അവിടെയാണ് ഞാനത് വായിച്ചിരിക്കുന്നത്. അവിടെ
എന്തോ ഒരു യൂസ് ഉണ്ട് അതിന്. അതുണ്ടോ, സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ വന്ന് നിൽക്കാൻ പറ്റും. രണ്ടെണ്ണത്തിലുണ്ട്. മറ്റേ ചേർച്ചിലാണെങ്കിലും ആ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്പേസാണത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരിക്കാം കേട്ടോ, ഈ ചെയറും കാര്യങ്ങളും. പക്ഷേ സെൻറ്ററിൽ ഇരിക്കാൻ പാടില്ലെന്നാണ് അവിടെ ഒരു കയറിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കണ്ടോ, ഇവിടെ ലൈറ്റ് കയറുന്നുണ്ട്, വിൻഡോസ് ഉണ്ട്. ആ സൈഡ് നമ്മൾ എടുത്തത് അവിടെ ഡാർക്കായിരുന്നു. പക്ഷേ കണ്ടോ, ഇവിടെ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ പക്ഷേ ലൈറ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ചേർച്ചൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഗോവയിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കയറുക. ഞാൻ ഈ സൈഡ് കാണിക്കാം. ഇതുണ്ടോ, രൂപങ്ങളും ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. മേൽഭാഗം കണ്ടോ. ഓക്കെ, ഇനി ഈ സൈഡ് കാണിച്ചു തരാം. ഓക്കെ, for a course. ഓക്കെ, ഈ സൈഡാണോ. ബാക്കിലൊരു പിക്ചറുണ്ട്. നമ്മളിനി നേരെ ഫ്രണ്ടിലേക്ക് പോകണേ. ലൈറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് അൾത്താര. ഓക്കെ, ലൈറ്റ് കാണുന്നുണ്ടോ? നമ്മളിവിടെ കൂടിയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സൈഡിൽ കൂടി കയറി സെൻറ്ററിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഫ്രണ്ടിൽ വന്നു, അവിടെ നിന്ന് നമ്മൾ സൈഡ് വഴി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ കാണിച്ച സംഭവം. സ്റ്റെയർ വഴി നമുക്ക് മുകളിലേക്ക് കയറാം. ഓക്കെ, അതെന്തിനു വേണ്ടിയോ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അതെനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇവിടെയൊക്കെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട്. ഫ്രണ്ട് പോർഷൻ
വെച്ചിട്ടുണ്ട്. പോർച്ചുഗീസിലാണോ ലാറ്റിനാണോ എന്നറിയത്തില്ല. പോർച്ചുഗീസാണെന്ന് തോന്നുന്നു. അതിലുണ്ടോ ഇവിടെ കൂടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഈ വാതിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണേണ്. ഓക്കെ, ഇവിടെ മേൽഭാഗം കണ്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറേ സ്ഥലത്ത് സൈലൻ്റ് ആയിരുന്നു. ഇവിടെ ലൈറ്റുള്ളൊരു ഏരിയ കാണുന്നുണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ പൈസ ഇടുന്നുണ്ട് ആളുകൾ. അതിൻ്റെ ഉള്ളിലേക്കൊരു കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊരു ഇതുണ്ട്. ഇതിൻ്റെ മേൽഭാഗം സൈഡിലെ രൂപം ഇതാണ്. ഇവിടെ പോർച്ചുഗീസ് ആണെന്ന് തോന്നുന്നു. അതിലെന്തോ എഴുതിയിട്ടുണ്ട്. പോർച്ചുഗീസ് ആയിരിക്കണം. ഈ സൈഡിലും അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ വായിച്ചെടുക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൂടി പുറത്തേക്ക് ഇറങ്ങണം. ഇതാണ് അതിൻ്റെ അവസാന തലേന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ അവസാനം കാണുന്ന രൂപവും കാര്യങ്ങളും ഇതാണ്. ഇവിടേക്ക് ഒരു അൾത്താര പോലെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോർച്ചുഗീസിൻ്റെ കാലത്ത് 1600 കാലഘട്ടങ്ങളിൽ ചെയ്തിരിക്കുന്നതാണ്. അവിടെയും നമുക്ക് കയറി നിന്ന് കുർബാന കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരു ബാൽക്കണി പോലത്തെ ഏരിയ ആണ് കേട്ടോ അവിടെ. ഒരു ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ മേൽഭാഗം നിങ്ങൾ കണ്ടുല്ലോ, കണ്ടോ. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചേർച്ച് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. കണ്ടോ, അതിന് ഫ്ലോർ ഞാൻ കാണിച്ചുള്ളൂ. കണ്ടോ, ചെങ്കല്ല് തന്നെ, വലിയ ഫ്ലോറിങ് ഒന്നും ചെയ്തിട്ടില്ല, പഴയ ചെങ്കല്ല് തന്നെയാണ്. കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങണേണ്. ഇവിടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഡോർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനാണെന്നറിയില്ല. നമ്മളിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരാളിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.